ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വാഗ്ദാനങ്ങളിൽ യുവാക്കളെ ആകർഷിച്ചത് വാഹന മോഡിഫിക്കേഷൻ അനുമതി നൽകുമെന്നുള്ളതായിരുന്നു. അധികാരത്തിലെത്തിയപ്പോൾ എല്ലാം ശരിയാക്കാമെന്ന പ്രഖ്യാപനത്തോടെ മുഖ്യമന്ത്രി VD സതീശൻ പൂക്കികളെ കയ്യിലെടുത്തു. വണ്ടികളിൽ 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് MVD ഇന്ന് അറിയിച്ചു. നിറമാറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക അനുമതിയും ഫീസും വേണമെങ്കിലും മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കാനുള്ള ഗതാഗത കമ്മീഷന്റെ പഠന റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. പൂക്കികളെ ത്രില്ലടിപ്പിക്കുന്ന തീരുമാനമാണോ ഇത്, അതോ സർക്കാർ പറഞ്ഞു പറ്റിച്ചോ? ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിക്കാം. വണ്ടി മോഡിഫിക്കേഷന് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് MVD. അപ്പോൾ മോഡിഫിക്കേഷന്റെ കാര്യത്തിൽ ജനങ്ങളെ പറ്റിച്ചോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ ഇപ്പോ മന്ത്രിസഭ കഴിഞ്ഞ ഉടനെ വന്നൊരു പ്രതികരണം എന്ന് പറഞ്ഞത് ചെറിയ നമ്മളെല്ലാവരും ഇന്നുള്ള യൂത്ത് വിചാരിച്ച രീതിയിലുള്ള ആ ഒരു മോഡിഫിക്കേഷൻ ഇപ്പൊ അപ്രൂവ് കൊടുത്തില്ല എന്നാണ് അറിഞ്ഞത്. പക്ഷെ എന്തായാലും VD പറഞ്ഞതല്ലേ, VD ആ ഒരു ചിരിച്ചിട്ടൊക്കെ ആ ഒരു എക്സ്പ്രഷനിലൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ഓൾറെഡി നമ്മുടെ യൂത്തിനോട് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ആ ഒരു രീതിയിലുള്ള മോഡിഫിക്കേഷന് അപ്രൂവ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന കാലങ്ങളിലെ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഗവൺമെന്റ് നേരിടേണ്ടി വരും. കാരണം യൂത്താണ് ഒരു രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഇപ്പോ അങ്ങനെ അങ്ങനത്തെ ഒരു ടോക്കിംഗ് ഇപ്പൊ കാണുന്നില്ല. ഇങ്ങനെ ഓവറായിട്ടുള്ള എക്സോസ്റ്റിംഗ് അങ്ങനത്തെ ഒന്നും വേണ്ടെന്നേ ഞമ്മ പറയൂ. പക്ഷെ ചെറിയ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ എല്ലാം ഞമ്മ ചെയ്യാലോ, പ്രശ്നമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. മോഡിഫിക്കേഷന്റെ കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തെ എല്ലാ വണ്ടിപ്രാന്തന്മാരുടെ ഒരു ആഗ്രഹമാണ് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യണം എന്നുള്ളത്. അതിപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞ് നമ്മളെ പറ്റിച്ചല്ലോ, എല്ലാവരുടെ ആഗ്രഹമല്ലായിരുന്നു. അപ്പോൾ അവർ ജയിച്ച് കയറി കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ ഒന്നുമില്ല, അവർ നമ്മളെ പറ്റിച്ച് കളഞ്ഞു. അത്രേ ഉള്ളൂ. ജയിക്കാൻ വേണ്ടി അവർ ആരും എന്തും പറയും. പറ്റിച്ചു എന്നൊന്നും അങ്ങനെ തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ ഭരണത്തിൽ കയറിയതല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും അതുപോലെ തന്നെ അവർക്ക് ഇപ്പം അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടി മോഡിഫിക്കേഷൻ സാധ്യമാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുമായിട്ടുള്ളൊരു സമയം അവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. പറ്റിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. വാക്ക് പറഞ്ഞാണെങ്കിൽ വാക്കായിരിക്കും. ഭരണത്തിൽ വന്നിട്ടല്ലേ ഉള്ളൂ, ഇതുവരെ അതിൻ്റെതായിട്ടുള്ള ആക്ഷൻസ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ. അതുപോലെ തന്നെ എന്തായാലും LDFന്റെ ഭരണ സമയത്ത് ഉണ്ടായതുപോലെ എന്താ പറയുക, വയനാട്ടിലൊക്കെ മണ്ണിടിച്ചിലും മറ്റ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ റെസ്ക്യൂവിന് വന്ന വാഹനങ്ങൾ ആവശ്യം കഴിഞ്ഞപ്പോൾ പെറ്റിയടിക്കുക, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായില്ല. അതുപോലത്തെ ഇത് ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഈ ഒരു പ്രസ്താവന വെച്ചത്. അപ്പൊ പിന്നെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അത് നിറവേറ്റണം അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് നിറവേറ്റണമല്ലോ, അല്ലെ പറയരുതല്ലോ. മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് പറഞ്ഞ അതേ വാക്കുകൾ പാലിക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. മോഡിഫിക്കേഷനിലും അത് പാലിക്കുമെന്ന പ്രതീക്ഷയോടെ കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഭിജിത്തിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.